സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. കാരണം ഫൈസി കുറെ കാലം സമസ്തന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിരുന്നു. എറണാകുളം ജില്ലാ സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ്. അന്നേരക്ക് സമസ്തയുടെ ഭരണഘടന എല്ലാം അറിയാവുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ സമസ്തയുടെ ഭരണഘടനയിൽ അഖീദപരമായിട്ട് രണ്ടാലൊരു തെരീക്കത്തും കർമ്മപരമായിട്ട് നാലാലൊരു മദ്ഹബും തഖ്ലീദ് ചെയ്യാത്തവൻ ലാലും മുതലുമാണ് എന്ന് ഒരു പരാമർശമുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാണോ? നിങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു. അത് സത്യത്തിൽ ആ വിഷയത്തിൽ അവർ ഇരുട്ടിത്തപ്പുന്ന ഒരു പ്രശ്നമാണ്. വിശ്വാസപരമായി അശരീ ത്വരീഖത്ത് സ്വീകരിക്കണം, കർമ്മപരമായി ഷാഫി മദ്ഹബ് സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ അവരുടെ വെപ്പ്. അല്ലെങ്കിൽ നാലാലൊരു മദ്ഹബോ രണ്ടാലൊരു ത്വരീഖത്തോ അശരിയോ മാതുരിദിയോ. പക്ഷെ ഒരു സമസ്തയിലെ ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വിശ്വാസപരമായി അശരീ ത്വരീഖത്ത് സ്വീകരിക്കണം എനിക്ക്. അപ്പൊ അതുകൊണ്ട് മാതുരിദി ത്വരീഖത്തിലും അശരീ ത്വരീഖത്തിലും എന്താണ് അള്ളാഹിലുള്ള വിശ്വാസത്തിലുള്ള വ്യത്യാസം? എന്താ വിശ്വാസപരമായി എന്താണ് പേരിലുള്ള വ്യത്യാസം? എന്താണ്? എന്തിലൊക്കെയാണ് ഇപ്പൊ ഞാനിപ്പോ അശരീ ഇമാമിനെ സ്വീകരിക്കുകയാണ്, തഖ്ലീദ് ചെയ്യാണ്. എന്തിലാണ് ഇപ്പൊ ഞാൻ തഖ്ലീദ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അശരീ ത്വരീഖത്ത് എന്ന് പോലും ഇവർക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട്, ഒരു കേരളത്തിലെ ലക്ഷക്കണക്കായ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുക, അശരീ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ആളുകളൊന്ന് കൈവെക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല. ഇവരത് പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ അത് പിന്നെന്താ വെച്ചാൽ അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് ശിർക്കുണ്ടാക്കിയ ആൾക്കാർക്ക് പിന്നെ ശരിയാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് മരിച്ചു കിടക്കുന്ന മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഹയാത്തുള്ളവനെക്കാണ് കൂടീന എന്ന് പറയുന്ന ആൾക്കാർക്ക് പിന്നെ ഈ വിശ്വാസം ശരിയാക്കാനുള്ള തന്റെ ഇടം അവർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളെ മൗലവിമാര് പറയാറുണ്ട്, ഖുതുബരിഭാഷ പിന്നെ വാണിയമ്പൽ അബ്ദുറഹ്മാൻ നടത്തിയിരുന്നു. അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ അത് ആയത്തും തെളിവൊക്കെ. അപ്പൊ നമ്മളെ പണ്ഡിതന്മാര് മരിച്ചു കഴിഞ്ഞാൽ വലിയ ഊക്കൂടുമല്ലോ. അബ്ദുറഹ്മാൻ മുസ്ലിയാരോടൊന്ന് ചോദിച്ചു നോക്കി, മൂപ്പര് പരിഭാഷപ്പെടുത്തിയിരുന്നു, മരിച്ചു കിടക്കുന്നുണ്ട് ചോദിച്ചു നോക്കാറുണ്ട്. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ വിശ്വാസം ശരിയാകുന്ന കാര്യത്തിൽ ആലോചിക്കേണ്ട പ്രശ്നം അവർക്കില്ല, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. ഇവര് പറഞ്ഞ ഒരു വക്കീലിനെ പോലും വാദിക്കാൻ കിട്ടൂല. ഒരു കേസായി രണ്ടുകൂട്ടർ തമ്മില് എന്താ പ്രശ്നം? മരിച്ചു കിടക്കുന്ന ആളെ വിളിച്ചാൽ ആൾ ഉത്തരം ചെയ്യും, എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും എന്നൊരാളും മറ്റേ പറയാം. അങ്ങനെ സംബോധന എല്ലാവരും വഴക്കായി. എന്നാ ഈ വക്കീലന്മാര് അത്യാവശ്യം 10ാം ക്ലാസ് ജയിക്കുമെങ്കിലും ചെയ്തവനായിരിക്കുമല്ലോ ഇപ്പൊ ഈ വക്കീല്. ഇങ്ങനെ മരിച്ചു കിടക്കണോ എല്ലാ സൗകര്യം ചെയ്തു തരുന്നു പറഞ്ഞിട്ട് വാദിക്കാൻ ഒരു വക്കീല് കോടതിക്ക് പോകും. അപ്പൊ സത്യത്തിൽ ഏത് അല്പബുദ്ധികൾക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾക്ക് അശരീ ത്വരീഖത്തിനെ നിർവചിച്ച് കാര്യങ്ങൾ ആളുകളുടെ വിശ്വാസം ശരിയാക്കേണ്ട ഒരാവശ്യമല്ല, അവരെ നിൽക്കൂല. എന്നാ അശരീ ത്വരീഖത്ത് എന്താ? ഇവിടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞേ, മുജാഹിദ് പ്രസ്ഥാനം അശരീ ത്വരീഖത്തും ഷാഫി മദ്ഹബും സ്വീകരിക്കുന്ന ഏക പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാന. അറിയുമാ അശരീമാ പറഞ്ഞെന്താ? ദിയാനത്തുനല്ലത്തി നദീനു ബിഹാ അത്തമസ്സകു ബികിതാബി റബ്ബിന വബി സുന്നത്തി നബിയിന. ഞങ്ങൾ ഖുർആനും ഹദീസുമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വബിമാ ഖാല അബൂ അബ്ദുല്ലാഹി അഹ്മദ് ബിൻ ഹംബൽ ഖായിലൂൻ. ഹംബലി ഇമാം പറഞ്ഞാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഹംബലി ഇമാം പറഞ്ഞ കാര്യങ്ങളോട് കൂടുതലും മുജാഹിദ് പ്രസ്ഥാനം യോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നു തീമിയയെ കുറിച്ചും പറഞ്ഞാൽ എന്താണ്? അബ്ബലി മദ്ഹബാനാണ് ഇബ്നു തീമിയ എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത്. അപ്പൊ ഇബ്നു തീമിയന്റെ കുട്ടികളാണ് മുജാഹിദുകൾ എന്നും അവര് പറയാറില്ല. അപ്പൊ എന്താ ഈ ഒറിജിനൽ അശരീ ത്വരീഖത്ത് നമ്മളാ? ഇവര് അശരീ ത്വരീഖത്തല്ല, അശരീമാന്റെ ഒരു കരിഞ്ചന്തയാണ് ഇവരർത്ഥം. ഭരണഘടനയിലും അവരുടെ എല്ലാ വിഷയങ്ങളിലും അത് ഉൾപ്പെട്ടതാണ്. മഹല്ലുകളുടെ ഭരണഘടനയിൽ വരെ അവരെ എഴുതിപ്പിക്കുന്നുണ്ട് അത്.